യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കറിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. കുതിർത്തിട്ടൊന്നുമില്ല. ഞാനിവിടെ ചൈതന്യയുടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മലക്കറി മുളക് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, തക്കോലം, പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട്, പിന്നെ ബിരിയാണി ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് വേണം. സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം വേണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, നമ്മൾ മസാലയുടെ കൂട്ട് അതെല്ലാം കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്കിട്ട് ജസ്റ്റ് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. അരി വറുത്തെടുക്കാനുള്ളത് കൊണ്ടാണ് ഇതൊന്ന് കുതിർക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ല, നിങ്ങൾക്ക് ഇതുപോലെ വറുത്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എക്സ്ട്രാ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അരിയുടെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ പകുതി അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരക പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രമ്പയിലയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇല്ലയെന്ന് കരുതി വിഷമിക്കാൻ വേണ്ട. പിന്നെ നമുക്കിനി നമ്മുടെ അരിയും വെള്ളവും ഒരേ ലെവലാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ലെവലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. ഇനി നമുക്കിതിനെ ഒരു ഫിസിൽ വരുന്നത് വരെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊന്ന് വെന്ത് വരുന്ന നേരത്തേക്ക് ഞാൻ എന്താ ഇവിടെ സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ നമ്മൾ സവാള ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരു ഫിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഇതൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ ചൂട് പോകുമ്പോഴേക്കും നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും നമ്മളെ നെയ്ച്ചോറിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കേ ബൈ.